Gut gesagt. Wie bitte? അത് കഴിഞ്ഞാൽ നൈസ്ലി സെഡ്. എന്താ നൈസ്ലി സെഡ്? ഹൗ പ്ലീസ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും മനസ്സിലായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റി പറഞ്ഞു അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ എങ്ങനെയാണ് ജർമ്മനിൽ ചോദിക്കാൻ പറ്റുന്നതെന്ന്. സോ ആദ്യം ഒരു വലിയ വേർഡാണ്, പക്ഷേ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സുഖമുള്ള വേർഡ് ജർമ്മനിൽ വേറില്ല. അതാണ് Entschuldigung. Entschuldigung, noch einmal bitte. അപ്പോൾ Entschuldigung കുറേ മീനിങ് ഉണ്ട്. ചിലപ്പോൾ അത് എക്സ്ക്യൂസ് മീ ആവാം, ചില സമയത്ത് സോറി ആവാം. സോ നമ്മുടെ സിറ്റുവേഷൻ വെച്ചിട്ട് അതിൻ്റെ മീനിങ് മാറും. അപ്പോൾ Entschuldigung, noch einmal bitte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമുക്ക് ജർമ്മൻ ചോദിക്കുന്നു, നമുക്കത് മനസ്സിലായില്ല, നമ്മൾ എന്താ പറയും? ഹലോ സോറി, അതൊന്ന് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്താ പറയും? Entschuldigung, noch einmal bitte. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? നെക്സ്റ്റോ bitte ein bisschen langsamer. അപ്പോൾ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ പറയും, നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? ചേട്ടാ കുറച്ചൊന്ന് അതൊക്കെ സംസാരിക്കാമോ? അപ്പോൾ അതിന് പറഞ്ഞാണ് bitte ein bisschen langsamer. Please say a little slower. ഒന്ന് പതുക്കെ പറയാമോ? അപ്പോൾ ഈ ജർമ്മൻസ് എന്ന് പറഞ്ഞാൽ മാനേഴ്സിൻ്റെ മെയിൻ ആൾക്കാരാണ്. എപ്പോഴും അവർ ബിച്ചേ പിച്ചേ എന്ന് പറയും. പ്ലീസ്, നിങ്ങൾക്കതൊന്ന് പ്ലീസ് ചെയ്യാമോ? ഓക്കെ. സോ നമ്മളൊന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ സഹായം ചോദിക്കുമ്പോൾ എപ്പോഴും പ്ലീസ് പറയാൻ നോക്കാം. ഇനി നെക്സ്റ്റ്, ദസ് verstehe ich nicht. അതെനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്താ പറയും? അയ്യോ Entschuldigung എന്ന് പറയും. Entschuldigung, das verstehe ich nicht. എനിക്കത് മനസ്സിലായില്ല. noch einmal bitte. ഇപ്പോൾ മനസ്സിലായോ? അല്ലെങ്കിൽ Entschuldigung, das verstehe ich nicht. bitte ein bisschen langsamer. കുറച്ച് പതുക്കെ പറയാമോ? അപ്പോൾ ഇത് മനസ്സിലായോ എങ്ങനെയാണ് സെൻറ്റൻസ് കമ്പൈൻ ചെയ്യേണ്ടതെന്ന്. ഇനി ലാസ്റ്റ്, നോട്ട് ദ ലീസ്റ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആവശ്യമുള്ള സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുക. ഈ സെൻറ്റൻസ് എല്ലാം ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. എപ്പോഴും നമുക്കത് യൂസ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. Können Sie, kannst du bitte mir helfen? Können Sie, can you please help me? അപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ നമ്മൾ എന്താ എപ്പോഴും ഫോർമാലായിട്ട് സംസാരിക്കുക. Können Sie, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യാമോ? അല്ലെങ്കിൽ kannst du mir helfen? ഇനി പൊളൈറ്റായിട്ടും പറയാം. Können Sie, ഇങ്ങനെ Können Sie mir bitte helfen? അല്ലെങ്കിൽ kannst du mir bitte helfen? Please help me. ഓക്കെ. സോ ഈ സെൻറ്റൻസ് എല്ലാം ബൈ ഹാർട്ട് പഠിക്കാൻ നോക്കുക. വെരി യൂസ്ഫുൾ സെൻറ്റൻസസ് ആണ്. ബേസിക് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻസും ക്വസ്റ്റ്യൻസും ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസാണ്. ഇതിങ്ങനെ പഠിച്ചാണ് നമ്മൾ ആ സെൻറ്റൻസ് വലിയ പാരഗ്രാഫ് വരെ എത്തുന്നത്. അപ്പോൾ